വാളയാർ കേസിൽ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ഒരു നടപടിയും പാടില്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ കൊടിയേറി. സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നടക്കം 600 പ്രതിനിധികൾ. ആശാസമരവും പരാമർശിച്ച സംഘടനാ റിപ്പോർട്ട്. UK-യിൽ നിന്നുള്ള പ്രതിനിധി രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മോസിൻ MLA. അടിച്ച് മോന്ത പൊളിക്കുമെന്ന് മോസിൻ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ, നേരിട്ട് ഭയനൊക്കെ അറിയാം. ഇവിടെ നിയമസഭ MLA-യുടെ പ്രകടനം വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചു എന്നാരോപിച്ചു. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയിൽ. തായ്ലൻഡിൽ നിന്ന് എത്തിച്ച ലഹരിയുമായി പിടിയിലായത് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന. യുവതിക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമെന്ന് പോലീസ്. ലഹരി വേട്ടയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18. ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അതിനുശേഷമാണ് ഇയാൾ ഈ ലഹരിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ലഹരി ഉപയോഗവും പിന്നെ അത് വിൽപ്പനയായിരുന്നു ഇയാൾ. അതിന് മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്ത ഒരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന എൻ്റെ ഒരു തോന്നല്. താമരശ്ശേരിയിലെ ലഹരി മാഫിയ മയക്കുമരുന്ന് കടത്തിനായി ഉപയോഗിച്ചുവെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ. കൊല്ലം പെരുമണ്ണിൽ ദമ്പതികൾ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. മരിച്ചത് കോട്ടമല വീട്ടിൽ അഭിലാഷും ഭാര്യ അശ്വതിയും. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റെയിൽവേ അടിപ്പാതയ്ക്ക് മുകളിലെ ട്രാക്കിൽ. എമ്പുരാൻ റീ എഡിറ്റഡ് തിയേറ്ററുകളിൽ വരുത്തിയത് 24 വെട്ട്. വിവാദങ്ങളിൽ അണിയറക്കാരെ പിന്തുണച്ച് KCBC. സിനിമയെ സിനിമയായി കാണണമെന്ന് ഫാദർ തോമസ് തറയിൽ.